ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും കേട്ടോ. ഇന്നും 5 മണിയായപ്പോൾ എണീച്ചു. അതിനുശേഷം ഞാനൊന്ന് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നടക്കാൻ പോകും കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കിലാണ് നടക്കാൻ പോകുന്നത്. ഒരു 2 റൗണ്ടൊക്കെ ഞാൻ നടന്നിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കുറേ ഫ്രണ്ട്സിനെയൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് കഥകളൊക്കെ പറഞ്ഞ് ഇതുപോലെ എല്ലാ ദിവസത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡെയിലി നടക്കാൻ വരുന്നവരായതുകൊണ്ട് നമുക്ക് സ്ഥിരം സ്ഥിരം കാണാറുള്ള ചേച്ചിമാരെയും കുറച്ച് അമ്മച്ചിമാരെയൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അവരോട് കൂടെയാണ് ഞാൻ നടക്കാൻ പോവാറ് കേട്ടോ. അങ്ങനെ നടന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുവാണ്. ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് കുക്കറിൽ നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുക്കറിൽ സാധാരണ കുറ്റിപ്പുട്ടില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് സമയമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നിന് സമയമൊന്നുമില്ല. ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറ്റിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് കുക്കറിൽ വെള്ളം നിറച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ ഐഷുവിനും ചാച്ചനും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കണത്. സാധാരണ ഞങ്ങളെല്ലാവരും ഒരേ ഫുഡ് തന്നെയാണ് കഴിക്കാറ്. പക്ഷേ എൻ്റെ ഈ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു എനിക്ക് വേണ്ടി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ഒരു 2-3 ചപ്പാത്തി മതി കേട്ടോ. അപ്പം അതും കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പൊടിയൊന്ന് നനച്ച് വെച്ചു. ആദ്യമേ ഞാൻ അതാണ് ചെയ്തത് കേട്ടോ. അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇന്നലത്തെ രാത്രിയത്തെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ച പാത്രം മാത്രമേ കഴുകി വെക്കുള്ളൂ. പക്ഷെ വെള്ളം തിളപ്പിച്ച പാത്രങ്ങൾ അങ്ങനെ 1-2 പാത്രങ്ങൾ ഐഷുവിൻ്റെയൊക്കെ 1-2 കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. അതിനുശേഷം ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റിന് വെച്ചതിന് ശേഷം പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. ഇനി അരി അടുപ്പത്ത് ഇടാനുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ റൈസിനും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്ക് ചീരയും പിന്നെ പരിപ്പും കൂടി ചേർത്തിട്ടിട്ട് ഒരു കറിയാണേ. അപ്പം അതിന് വേണ്ടി ഇന്ന് പാലക്ക് ചീരയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ. പാലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഗ്രോസറിയിൽ നിന്ന് പാലും അതുപോലെ പാലക്ക് ചീരയും തേങ്ങയും ഉണ്ടായിരുന്നില്ല പുട്ടുണ്ടാക്കാൻ. അപ്പം ഞാൻ ഈ 3 ഐറ്റം കൂടി ഒന്ന് ഓർഡർ ചെയ്ത് വരുത്തുക ചെയ്തത്. ഞാനായിട്ട് തന്നെ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നൊക്കെ ഉള്ളൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഒഴിവാക്കിയൊരു പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ ചോറാണേ. റെഡ് റൈസിൻ്റെ ചോറ്, അതായത് കുത്തരി ചോറ്. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് പാലക്കാടൻ മട്ട അതല്ലെങ്കിൽ വടിയരി അതൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. എനിക്ക് ഈ ചുമന്ന അരി ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഉപ്പൊഴിച്ച് കഴിക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അതുകൊണ്ട് ചോറ് ഞാൻ ഒത്തിരി കഴിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ചോറ് ഞാനൊന്ന് ഒഴിവാക്കിയേക്കാണ്. അതുപോലെ തന്നെ എനിക്ക് പഞ്ചസാര മധുരം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം ഞാൻ തീർത്തും ഒഴിവാക്കി നിർത്തിയേക്കുവാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ള അരിയാണ് ഞാൻ ഇപ്പം ഇടുന്നത് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് മന്തി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച അരിയാണ് കേട്ടോ ഇത്. അന്ന് 1-2 പ്രാവശ്യം എങ്ങാണ്ട് മന്തി റൈസ് ഉണ്ടാക്കിയതല്ലാണ്ട് പിന്നെ ഇതൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ച അരിയാണ് ഇത്. അതിനകത്തുനിന്ന് ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ട് കഴുകി അടുപ്പിലിട്ട് ഇട്ടു കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് ഞാനൊന്ന് വേവിക്കാൻ വെച്ചത് കേട്ടോ. ഇനി അതൊന്ന് വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ഊറ്റിയെടുത്താൽ മതി. എനിക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ സിനിമകളൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. എനിക്ക് തന്നെ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഐഷു ഉണ്ടാവണേക്കാൾ മുമ്പൊക്കെ ഞാൻ ചാച്ചനെ വിളിക്കുമായിരുന്നു. ചാച്ചനും ഞാനും ഒരുമിച്ചിരുന്നാണ് ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഐഷു ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചാച്ചനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. കാരണം ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരുപാട് നേരം വൈകാറുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടെ നോക്കുന്നത് ചാച്ചനാണ് ഐഷുവിനെ. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ വെളുപ്പിനൊന്നും ചാച്ചനെ എണീപ്പിക്കാറില്ല. പോകുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പാണ് ഞാൻ ചാച്ചനെ എണീപ്പിക്കാറ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം വളരെ ആസ്വദിച്ചു അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു സ്നേഹം കൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഇഷ്ടമില്ലാണ്ട് ഇപ്പോൾ എന്തുണ്ടാക്കിയാൽ പോലും അതൊന്ന് കഴിക്കും എന്നാ പറയുക. എനിക്ക് ഒരാൾക്ക് ഉണ്ടാക്കാനും 1000 പേർക്ക് ഉണ്ടാക്കാനും ഒക്കെ
ഒക്കെ ഒരുപോലെ എഫേർട്ടാണ് കേട്ടോ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഞാൻ ഈ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം വിളമ്പി കൊടുത്തിട്ട് അവരത് ആസ്വദിച്ചിരുന്ന് കഴിക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലതും കൂടി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാവും കേട്ടോ. ചാച്ചന് ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, ചാച്ചന് സൈറ്റിൽ നിന്ന് കിട്ടും കേട്ടോ ഫുഡ്. പക്ഷെ എനിക്ക് ഫുഡ് കൊണ്ടുപോകണം. ഞാൻ വീട്ടിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കഴിക്കാം കേട്ടോ. എനിക്ക് വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. കാര്യം അവിടെ കഫേയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അവിടെ അത്ര ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകളാണ് എനിക്കിഷ്ടം. ഞാൻ പുറത്ത് പോയാലും അങ്ങനെ ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ചാച്ചനെടുക്ക് നിർബന്ധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുപ്പിയിൽ കിട്ടുന്ന സോഡയൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഡ്യൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പുറത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അങ്ങനെ കഴിക്കുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ തീരെ കഴിക്കായികയൊന്നുമില്ല, ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ, കിഴി പൊറോട്ടയോ അല്ലെങ്കിൽ ബിരിയാണി, അങ്ങനെ വല്ല കാലത്തൊക്കെയാണ് അങ്ങനത്തെ ഒരു മോഹമൊക്കെ തോന്നുക. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിയാറായിട്ടോ. എൻ്റെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഐഷും ചാച്ചനും ഒക്കെ എണിച്ച് വന്നിട്ടോ. അപ്പോൾ അവരെന്നോട് വർത്താനം പറയുവാണ്. ഐഷു എൻ്റെ ഒപ്പം കയറി നിൽക്കുകയൊക്കെ ചെയ്യും. ഉമ്മ ഉമ്മ എടുത്ത് അതിനടി തുടച്ചതി തുടച്ചതി എന്നാ വീണ്ടും നിൽക്കുകയും അപ്പൊ ഐഷു വന്നു. ഐഷുവിനെ കുറച്ചു നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ ഐഷുവിന്റെ കയ്യിലിരിക്കുന്ന പാവയുടെ പേരാണ് കേട്ടോ താബിന്ന്. അവളതിനെ താബി താബി എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം ഞാൻ അവളെ കുറച്ചു നേരം എൻ്റെ ആ ടേബിളിലൊക്കെ ഒന്ന് ഇരുത്തി. അപ്പം ഞാൻ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അവൾ അതിനകത്ത് കയറി അങ്ങ് പിടിച്ചു കേട്ടോ. അപ്പം കയ്യിൽ ഇച്ചിരി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇഞ്ചിയുടെ നീരാന്ന് തോന്നുന്നു ആയിട്ടുണ്ട്. അത് ആശാത്തി കണ്ണിൽ വെച്ച് തേച്ചു അങ്ങ് കരച്ചിലായി കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ അങ്ങ് ശല്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ ചാച്ചൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തു വിട്ടു. ചാച്ചനോട് പറഞ്ഞു, എനിക്കൊന്നും നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, നിങ്ങൾ രണ്ടാളും കൂടി അകത്തൊന്ന് പോയി ഇരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിനെയും കൂടി ഇവിടുന്ന് അങ്ങ് ഓടിച്ചു വിട്ടിട്ടോ. അതിനുശേഷം ഐഷുവിനെ ഒന്ന് കുളിപ്പിക്കുകയും, അവള് രാവിലെ എണിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പൊ അവളെ ഒന്ന് പല്ല് തേപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പൊ അത് ചാച്ചനാണ് സാധാരണ എനിക്ക് ചെയ്തു തരാറ്. ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ചാച്ചൻ എനിക്ക് ഐഷുവിനെ കുളിപ്പിച്ച് അതുപോലെ പാമ്പേഴ്സൊക്കെ മാറ്റി അവളെ പല്ലൊക്കെ തേപ്പിച്ച് തരൂ കേട്ടോ. അപ്പൊ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു നെയ്ബർ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പൊ ചേച്ചി എന്നോട് ചോദിക്കുക ഹെൽപ്പ് ചെയ്യണോ. അപ്പൊ ചേച്ചിക്ക് പോവാൻ നേരമായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പെട്ടെന്ന് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോഴത്തേക്കും ഞാൻ കുക്കറിലൊന്ന് പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നേ. പരിപ്പ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പെട്ടെന്ന് അങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പരിപ്പ് ഇതുപോലെ ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് 4-5 വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. അത് അടിച്ചതിന് ശേഷം വേവിച്ച് അങ്ങ് വെക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ ചുവന്ന ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം, പച്ചമുളക്, ഇത്രയും അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഞാൻ അങ്ങ് ചേർത്തിട്ട് വയറ്റി കൊടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വയറ്റുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വയറ്റി കിട്ടുവേ. അതിന് ശേഷം ഞാൻ അകത്തൊക്കെ പാലച്ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് അങ്ങ് വയറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ചതില്ലേ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. പാലക്ക്
അതുപോലെ പരിപ്പും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണേ. അപ്പം ചോറ് റെഡിയായി, കറി റെഡിയായി, പിന്നെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്, ചായ റെഡിയായി. അപ്പം എല്ലാം ഇന്നത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. അതിനുശേഷം കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എനിക്ക് കിച്ചൺ അലങ്കോലമായിട്ട് കിടന്ന സഹിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് റൂമിലോട്ട് കൊണ്ടുവന്ന് വെക്കുവാണ്. എനിക്കിവിടെ നിരന്ന് കിടക്കുന്നതേ ഇഷ്ടമല്ല. അപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി പറക്കി ഞാൻ എല്ലാം കബോർഡിലാക്കി അടക്കി പറക്കി വെക്കും കേട്ടോ. എല്ലാം തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കിയാണ് വെക്കാറ്. നടക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര ടയേർഡാണ് കേട്ടോ. അതാണ് മുഖത്തൊരു ഡൾനെസ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഫേസ് പാക്കോ അല്ലെങ്കിൽ ഹെയർ കെയർ ഒന്നും ചെയ്യാൻ പറ്റണില്ല 2-3 ദിവസമായിട്ട് കേട്ടോ. കുറച്ച് തിരക്കിലോടി നടക്കുവാണേ. കുറച്ച് ഓഫീസ് ഡ്യൂട്ടി ആണെങ്കിലും കുറച്ച് ഹെവി ആയിട്ട് പോകുന്നു. അതുപോലെ വീട്ടിൽ കാര്യങ്ങളാണെങ്കിലും കുറച്ച് ഹെവി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫേസ് സ്ക്രബ്ബറോ അല്ലെങ്കിൽ മാസ്കോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഈ ഒരു വീക്കെൻഡിൽ അതൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഷെഡ്യൂളാണ് കേട്ടോ. കാരണം എൻ്റെ 12 മണിക്കൂറാണ് എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ ഐഷുവിൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെയൊക്കെ കഴിയുമ്പോൾ എനിക്കങ്ങ് ഒട്ടും സമയം കിട്ടാത്തൊരു ഷെഡ്യൂളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് കൂടി കുറച്ച് സമയം കണ്ടെത്തുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നടക്കാൻ വേണ്ടി ടൈം കണ്ടെത്തുന്നുണ്ട്. അത് ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എനിക്ക്. കാരണം എനിക്ക് ആദ്യത്തെ ഒരു ദിവസം എനിക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് മടിയായിരുന്നു കേട്ടോ. നടക്കാൻ പോകുമ്പോൾ എനിക്കങ്ങ് കാലുവേദനയും കൈവേദനയും എനിക്കങ്ങ് ഇനി പിറ്റേ ദിവസം ഞാൻ പോകത്തില്ല, എന്നെ കൊന്നാലും പോകത്തില്ല, ആ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ ഞാൻ. പക്ഷെ ഞാൻ പിറ്റേ ദിവസം എണീറ്റ് ഞാൻ നടക്കാൻ പോയി. അപ്പോഴും ഞാൻ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അടുത്ത് കൊടുത്ത് വൃത്തിയാക്കി എടുക്കണം. അത് നിർബന്ധമാണ്. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് നടക്കുമായിരുന്നു കേട്ടോ. സ്കൂളിൽ പോവാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകാനാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ നടക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെ നടക്കേണ്ട ഒരു സാഹചര്യം ഇല്ല കേട്ടോ. കാരണം ജോലിക്ക് പോകുന്നിടത്താണെങ്കിൽ വണ്ടി നമ്മൾ താമസിക്കുന്നതിൻ്റെ റൂമിൻ്റെ താഴെ വന്ന് നിർത്തും. നമ്മളതിനകത്ത് കയറി പോകുന്നു, തിരിച്ച് അതുപോലെ തന്നെ അവർ കൊണ്ടുവിടുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ താഴെ വന്ന് ഇറങ്ങുന്നു, ചുമ്മാ വീട്ടിലോട്ട് ജസ്റ്റ് 2 സ്റ്റെപ്പിനുള്ളിൽ വീട്ടിൽ കയറുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നടക്കാനൊക്കെ കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നടക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് മടിയാവുന്നു കേട്ടോ. അയ്യോ, വിശേഷമൊക്കെ പറഞ്ഞ് സമയം പോയി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ